തുടർച്ചയായ ഇസ്ലാമിക ജിഹാദി ആക്രമണങ്ങളിൽ നടുങ്ങുകയാണ് യൂറോപ്പ്. നോർവേ ആക്രമണത്തിന്റെ ഞെട്ടൽ മാറും മുമ്പാണ് ബ്രിട്ടീഷ് എംപിയെ തീവ്രവാദി കുത്തിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഇസ്ലാമിക തീവ്രവാദി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഭയപ്പെടുകയാണ് മലയാളി മാധ്യമങ്ങൾ. നോർവേയിൽ 5 പേരെ കൊലപ്പെടുത്തിയ 37-കാരന്റെ ലക്ഷ്യം ജിഹാദി ആക്രമണമാണെന്ന വെളിപ്പെടുത്തലിന് പുറകെയാണ് ബ്രിട്ടനെ ഞെട്ടിച്ചുകൊണ്ട് ജനപ്രതിനിധിയുടെ കൊലപാതകം നടന്നിരിക്കുന്നത്. ഒരു ശത്രുതയോ പരിചയമോ പോലുമില്ലാത്ത 5 പേരെ നോർവേയിൽ നിഷ്കരുണം അമ്പും വില്ലും ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ തീവ്രവാദിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ച പോലീസ് ഇയാൾ തീവ്ര ഇസ്ലാമിക നിലപാടുള്ളയാളാണെന്ന് കണ്ടെത്തുകയായിരുന്നു. തീവ്രവാദ ആശയങ്ങൾ പുലർത്തിയിരുന്ന ഇയാൾ ഇസ്ലാം മതത്തിലേക്ക് മതം മാറി എത്തിയതായിരുന്നുവെന്നും പോലീസ് വെളിപ്പെടുത്തി. ഇസ്ലാമിക തീവ്രവാദി സംഘങ്ങളുമായുള്ള ഇയാളുടെ ബന്ധം പരിശോധിച്ചു വരികയാണ് അന്വേഷണ സംഘം. ബ്രിട്ടനിൽ പാർലമെന്റ് അംഗത്തെ പൊതുയോഗത്തിനിടെയായിരുന്നു അക്രമി കുത്തിക്കൊന്നത്. 25-കാരനായ അക്രമി അഭയാർത്ഥിയായി എത്തിയ ഇസ്ലാമിക തീവ്രവാദിയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇസ്ലാമിക തീവ്രവാദ ആക്രമണങ്ങൾ യൂറോപ്പിനെ പിടിമുറുക്കുന്നതായാണ് വിലയിരുത്തൽ. സംഘടിതമായ വലിയ ചാവേർ ബോംബ് ആക്രമണങ്ങൾക്ക് പകരം തീവ്രവാദികൾ ഇപ്പോൾ കത്തിക്കുത്തും വെടിവെപ്പും തുടങ്ങിയ അക്രമ പരമ്പരകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഇതിനിടെ യൂറോപ്പിൽ തീവ്രവാദ ആക്രമണങ്ങൾ നടത്താൻ പദ്ധതിയിടുകയായിരുന്ന 5-അംഗ സംഘത്തെ സ്പെയിനിൽ നിന്നും പിടികൂടിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ അക്രമങ്ങൾക്ക് തയ്യാറെടുക്കുന്ന സംഘത്തിന് ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനയുമായി ബന്ധമുണ്ടെന്നും സ്പാനിഷ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. അതേസമയം യൂറോപ്പിലെങ്ങും നടക്കുന്ന ഇസ്ലാമിക തീവ്രവാദി ആക്രമണങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഭയപ്പെടുകയാണ് മലയാള മാധ്യമങ്ങൾ. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെയും മയക്കുമരുന്നിനെതിരെയും മുന്നറിയിപ്പ് നൽകിയ പാലാ ബിഷപ്പിനെതിരെ ബോധപൂർവം ഉയർത്തിയ പ്രതിഷേധങ്ങൾ തങ്ങൾക്കുമെതിരെ ഉണ്ടാകുമെന്ന പേടിയിലാണ് പല മാധ്യമങ്ങളും. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകളിലെ നിജസ്ഥിതി വ്യക്തമാക്കാതെ വെറും ആക്രമണമെന്ന രീതിയിൽ പരാമർശിച്ച് ഒഴിവാക്കുകയാണ് മലയാള മാധ്യമങ്ങൾ. ഈ നിലപാടിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.